ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SCERT 6ാം ക്ലാസ്സിലെ സയൻസ് പുസ്തകമാണ്. ഇനി 7ാമത്തെ അധ്യായം ആകർഷിച്ചും വികർഷിച്ചും. കാന്തങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന ഘടകങ്ങൾ, അടിസ്ഥാന തത്വങ്ങളാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കുന്നത്. കാന്തം നമുക്കറിയാം, ദിശ കണ്ടുപിടിക്കാൻ പഴയ ആൾക്കാർ കാന്തം ആശ്രയിച്ചിട്ടുണ്ട്. കാന്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കാന്തം ചില വസ്തുക്കളെ ആകർഷിക്കുന്നു. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കളെന്നും ആകർഷിക്കാത്തവയെ അകാന്തിക വസ്തുക്കളെന്നും വിളിക്കുന്നു. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് തുടങ്ങിയവ കാന്തിക വസ്തുക്കളാണ്. അകാന്തികം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കൊരുപാട് അറിയാം. പ്ലാസ്റ്റിക്, റബ്ബർ, പേപ്പർ, ഗ്ലാസ് ഇവയെല്ലാം കാന്തവുമായിട്ട് യാതൊരു ആകർഷണവും ഇല്ലാത്ത വസ്തുക്കളാണ്. ഇനി കാന്തം കണ്ടെത്തിയ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന ആട്ടിടയൻ സമീപത്തുള്ള കുന്നിൻ പ്രദേശത്ത് ഒരു വടി കുത്തിപ്പിടിച്ച് ആടുകളെ മേയിച്ച് നടന്നപ്പോൾ ഒരു പാറയിൽ പെട്ടെന്ന് വടി ഒട്ടിപ്പിടിച്ച പോലെ തോന്നി. വടിയുടെ അറ്റത്ത് ഉറപ്പിച്ചിരുന്ന ഇരുമ്പിനെയാണ് ആ പാറ ആകർഷിച്ചത്. ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ലോഡ് സ്റ്റോൺ ആയിരുന്നു ആ പാറ. പാറയുടെ പേരോർത്തിരിക്കുക, ലോഡ് സ്റ്റോൺ. മാഗ്നസ് കണ്ടെത്തിയതുകൊണ്ട് തന്നെ ഇത്തരം പാറകളെ മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു വന്നു. പിന്നീടാണ് ഇത് കാന്തങ്ങളുണ്ടായപ്പോൾ കാന്തങ്ങൾക്ക് മാഗ്നറ്റ് എന്ന പേര് വന്നത്. അപ്പോൾ പ്രകൃതിയിലെ കാന്തങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ലോഡ് സ്റ്റോൺ ആണ് ഉത്തരം. കാന്തങ്ങൾ വിവിധ തരത്തിലുണ്ട്. ബാർ കാന്തങ്ങൾ, റിങ് കാന്തങ്ങൾ, യു കാന്തങ്ങൾ, ഡിസ്ക് കാന്തങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കാന്തങ്ങളുണ്ട് രൂപത്തിന് അനുസരിച്ച്. ഇരുമ്പിൻ്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് ഇവ ചേർത്തുണ്ടാക്കുന്ന അൽ നിക്കോ ഈ ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അൽ നിക്കോ പേരിലുണ്ട്. അൽ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് ഇത് മൂന്നും കൂടാതെ പിന്നെ ഇരുമ്പും. നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നു. നമ്മുടെ പലതരം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനകത്തിൽ കാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കാന്തങ്ങളുടെ ആകർഷണം നമുക്കറിയാം. കാന്തങ്ങൾ കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നു. ഇനി ഒരു കാന്തത്തിന് രണ്ട് അറ്റങ്ങൾ, ധ്രുവങ്ങളുണ്ട്. ഒന്ന് നോർത്ത് പോൾ, രണ്ട് സൗത്ത് പോൾ, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. കാന്തത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശക്തി അനുഭവപ്പെടുന്നത് ഈ അഗ്രഭാഗത്താണ്. അതിനെയാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു കാന്തം നമ്മൾ ഫ്രീ ആയിട്ട് ഒരു നൂലിലോ കയറിലോ കെട്ടി തൂക്കിയിട്ടാൽ അത് എപ്പോഴും തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുക. തെക്ക് വടക്ക് ദിശയിൽ. എസ് എന്ന അഗ്രം തെക്കോട്ടും എൻ എന്ന അഗ്രം വടക്കോട്ടും. അതുകൊണ്ട് തന്നെ എസ് അഗ്രത്തെ സൗത്ത് പോള് ദക്ഷിണ ധ്രുവമെന്നും എൻ അറ്റത്തെ നോർത്ത് പോൾ അഥവാ ഉത്തര ധ്രുവമെന്നും വിളിക്കുന്നു. അപ്പോൾ കാന്തത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ കാണപ്പെടുന്നു. കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ അഗ്രഭാഗങ്ങളിലാണ്. അവയാണ് കാന്തിക ധ്രുവങ്ങൾ. ഇത് തന്നെ ഒരു കാന്തത്തിൻ്റെ പ്രത്യേകതയാണ്. പണ്ട് കപ്പൽ യാത്രക്കാർ ദിശയറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങൾ, അതായത് പല കാന്തത്തിനും ദക്ഷിണ ധ്രുവമുണ്ടാകും. അതിനെ സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങളെന്നും വിളിക്കുന്നു. എപ്പോഴും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കപ്പെടുകയും സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം
മറ്റൊരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവുമായിട്ടാണെങ്കിൽ വികർഷിക്കും, ഉത്തര ധ്രുവവുമായിട്ടാണെങ്കിൽ ആകർഷിക്കും. ഇതാണ് കാന്തത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പം നമ്മൾ 3-4 പ്രത്യേകതകൾ പഠിച്ചു. 1, കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നു. 2, ഒരു കാന്തത്തെ സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയാൽ അത് തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു. 3, ഒരു കാന്തത്തിൻ്റെ കാന്തിക ശക്തി ഏറ്റവും കൂടുതൽ അതിൻ്റെ അഗ്രഭാഗത്താണ്. അവയെ കാന്തിക ധ്രുവങ്ങളെന്ന് വിളിക്കുന്നു. കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തശക്തി കൂടുതലും അകന്നു പോകുന്തോറും ഈ ശക്തി കുറവുമായിരിക്കും. കാന്തത്തിന് ചുറ്റും ഈ കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നു. അതായത് ഒരു കാന്തം അതിൻ്റെ ചുറ്റും ഒരു പരിധി വരെ മാത്രമേ ഈ കാന്തത്തിൻ്റെ ശക്തി അനുഭവപ്പെടുന്നുള്ളൂ. ആ പരിധിക്കുള്ളിലെ സ്ഥലത്തിനെ കാന്തിക മണ്ഡലങ്ങൾ എന്ന് വിളിക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു അധ്യായത്തിൽ കാന്തത്തെക്കുറിച്ച് ഏറ്റവും ബേസിക്കായിട്ട് പറയുന്നത്. ഒരു കാന്തം എന്ത്? കാന്തം നമ്മുടെ നാച്ചുറലി ഭൂമിയിൽ നാച്ചുറലായിട്ടുണ്ടായിരിക്കുന്ന കാന്തമാണ് ലോഡ് സ്റ്റോൺ. പിന്നെ നമ്മൾ മനുഷ്യർ നിർമ്മിക്കുന്ന ആർട്ടിഫിഷ്യൽ കാന്തങ്ങൾ, അവയെക്കുറിച്ച് പറഞ്ഞു. അൽനിക്കോ എന്ന ലോഹസങ്കരമാണ് കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. കാന്തത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ: എപ്പോഴും സ്വതന്ത്രമായി നിൽക്കുമ്പോൾ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു. ധ്രുവങ്ങളിലായിട്ടായിരിക്കും കാന്തിക ശക്തി കൂടുതൽ അനുഭവപ്പെടുക. കാന്തിക ശക്തി ഒരു കാന്തത്തിനു ചുറ്റും എത്രത്തോളം മേഖലയിൽ അനുഭവപ്പെടുന്നുവോ അതിനെ കാന്തിക മണ്ഡലം എന്ന് വിളിക്കുന്നു. വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കപ്പെടുകയും സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്രയുമാണ് 6ാം ക്ലാസ്സിലെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാന്തത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാനൊക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂര്യനും സൗരയൂഥം എന്ന് പറയുന്ന പോലെ ആ ഒരു സിലബസിലെ തിങ്കളും താരങ്ങളും എന്ന ചാപ്റ്റർ പഠിക്കാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.